രാജിവെക്കുന്ന ഒരാളൊരു നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ. എന്നിട്ട് യേശു എന്ന് പറഞ്ഞു, എന്റെ മുഖം ഏറ്റുകൊള്ളുവിൻ, എന്റെ മുഖം ഏറ്റുകൊള്ളുവിൻ. അപ്പൊ നമുക്ക് പണ്ടൊരു മുഖം ഉണ്ടായിരുന്നു, ഇല്ലേ? അതേത് മുഖമാ? അടിമ മുഖം, സാത്താന്റെ മുഖം. എന്നാൽ ആ മുഖം മാറ്റി കഴിഞ്ഞപ്പോൾ തമ്പുരാൻ നമ്മുടെ തോളിൽ എന്ത് തന്നു? ഒരു മുഖം തന്നു. അതെന്താ? ആമേൻ ഭാരമില്ലാത്ത മുഖമാണ്. ആ മുഖത്തിന്റെ കീഴിൽ അമിക്കപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥമല്ല, ഡിസൈപ്പിൾഷിപ്പാ. സ്തോത്രം. മുഖത്തിന്റെ കീഴിൽ ഒരു കാളയൊക്കെ ശരിയായിട്ട് മര്യാദ പഠിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? സ്തോത്രം. മുഖം വെച്ച കാള. അതുകൊണ്ടാണ് പണ്ട് കോൺഗ്രസ്സുകാർ അതിനെ എന്ത് ചെയ്ത് അവിടെ ചിഹ്നമായിരുന്നു, എന്താ? മുഖം വെച്ച കാള. മുഖം വാങ്ങാത്ത കാള എന്ന് പറഞ്ഞാൽ തോന്നിവാസം നടക്കുന്ന കാളയാ. അപ്പൊ അത് കെട്ടുമില്ല, അഴിയുമില്ല, അത് കയറാവുന്നില്ല, അതിലൊന്നുമില്ല, എവിടെയും കയറി അങ്ങ് നടക്കുന്ന കാളയാ. എന്നാൽ മുഖം വെച്ച് കഴിയുമ്പോൾ എന്താണ്? ഡിസിപ്ലിൻഡ് ആണ്. സ്തോത്രം. നമ്മളറിയാമല്ലോ, കാളവണ്ടിയുടെ ആ മുഖത്തിന്റെ അടിയിൽ ആ യജമാനൻ ആ കാളവണ്ടിയെ ഭാരമെല്ലാം വലിച്ച് എവിടെയെങ്കിലും കൊണ്ട് നിന്ന് നിർത്തി കഴിയുമ്പോൾ വണ്ടിക്കാരൻ ഇറങ്ങി ആ മുഖം ഒന്ന് പൊക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാള ഒന്നും ഓടിപ്പോകത്തില്ല. പതുക്കെ അവിടെ നിന്ന് കയ്യാലപ്പുറത്തെ പുല്ലൊക്കെ പതുക്കെ തന്നെ അവിടെ നിൽക്കും. അടുത്തതായിട്ട് എല്ലാം അൺലോഡ് ചെയ്തതിനു ശേഷം തിരിച്ച് ഈ മുഖം ഒന്നും പറയണ്ട, ആ ഓട്ടോമാറ്റിക്കായിട്ട് മുഖം പൊക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തേക്കും രണ്ട് കാളമാരും വന്നതിന്റെയും ശാന്തമായിട്ട് വന്ന് നിൽക്കുന്നത് പോലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഈ നാളുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചുമൽ കൊടുക്കേണ്ട ദൈവമക്കളാണെന്നുള്ള മറന്നു പോകരുത്. ഒരു മുഖം മാറ്റി, എന്നാൽ യേശുവിന്റെ മുഖം നമ്മുടെ മേലുണ്ട്. ഞാൻ മടങ്ങി വരട്ടെ. അത് മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. അത് മാറിപ്പോകും. ആ ശാപങ്ങൾ മാറിപ്പോകും, ആ പ്രതിസന്ധികൾ മാറിപ്പോകും. യാക്കോബിന്റെ കഷ്ടകാലം അത് ദൈവ മുഖം ഒടിക്കുന്ന ദിവസമാണ്. ഹോശേയ പ്രവചനം 10-ാം അധ്യായത്തിന് 11 വായിച്ചാട്ടെ. പ്രവാചകന ഹോശേയ അതിനെ കുറിച്ച് പറയുന്നത് എന്താണ്? 10-ന്റെ 11 പ്രൈസ് ദി ലോർഡ്. ഹോശേയ 10-ന്റെ 11 പ്രവാചകൻ പറയുന്നു, അവന്റെ ഭംഗിയുള്ള കഴുത്തിൽ നീതിയിൽ വിതയ്ക്കുവീൻ. എഫ്രയീം മരുക്കമുള്ളതും ധാന്യം മെതിപ്പാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു പശുക്കിടാവാകുന്നു. അടുത്തത്, ഭംഗിയുള്ള കഴുത്തിൽ എന്ത് വെക്കും? ശ്രദ്ധിച്ചാണ് ദൈവമക്കളെ, മരുക്കമില്ലാത്തതിനെ മരുക്കമുള്ളതാക്കി തീർക്കുക, ഒരുക്കമില്ലാത്തതിനെ ഒരുക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. നിരത്തിയെടുക്കുക, ഒരുക്കിയെടുക്കുക, മെരുക്കിയെടുക്കുക. വേദപുസ്തകം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യാഗം കഴിക്കുന്ന മൃഗങ്ങള് എങ്ങനെയുള്ള മൃഗങ്ങളാ? ഡൊമസ്റ്റിക് ആനിമൽസാ, വൈൽഡ് ആനിമൽസിനെ അല്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മൃഗങ്ങളുടെ രാജാവ് ആര്? സിംഹം. വേദപുസ്തകം എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ യാഗം കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾ കാട്ടിൽ ചെന്ന ഒരു സിംഹത്തെ കൊണ്ടുവരണം, ഒരു കൊമ്പനാനെ കൊണ്ടുവരണം, ഒരു കരടിയെ പൊള്ളിപ്പിലെ അങ്ങനെ ഉണ്ടോ? ഇല്ല. എന്താ യാഗം കഴിക്കേണ്ട വസ്തുക്കൾ? എന്താണ്? മെരുക്കിയെടുത്ത വീട്ടിൽ വളർത്തുന്ന ഡൊമസ്റ്റിക് ആനിമൽസാ. ഇതുപോലെ വിശ്വാസികളും വൈൽഡ് ആനിമൽസ് ആയിരിക്കരുത്. അവൻ കാട്ടുമൃഗങ്ങളെ പോലുള്ള സ്വഭാവമുള്ളവരായിരിക്കരുത്. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ പോലെ മരുക്കമുള്ളവരും ഒരുക്കമുള്ളവരായിരുന്നെങ്കിൽ തമ്പുരാൻ നമ്മെ കൊണ്ട് പ്രയോജനമുള്ളൂ. ഇന്ന് രാത്രികാലം നമ്മുടെ എല്ലാവിധമായിരിക്കുന്ന ആ ബ്രൂട്ടാലിറ്റി, വൈൽഡ് അതെ സ്വഭാവങ്ങളും ഒക്കെ ഒന്ന് മാറി ദൈവസ്ഥലിൽ മരുക്കമുള്ള ഒരുക്കമുള്ള ഒരു വ്യക്തിയെ പോലെ, മരുക്കമുള്ള വ്യക്തിയെ പോലെ നമ്മളായിരിക്കാൻ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ അവിടെ നിന്ന് വരികയാണ്. ഞാൻ അങ്ങനെ അവിടെ മുഖം അവിടെ നിന്ന് മാറ്റി സ്തോത്രം. അങ്ങനെ ഈ മഹോദര കാലത്തിലേക്ക് ഈ ഇസ്രായേൽ മക്കൾ വരിക. അതിനെക്കുറിച്ച് യോഹന്നാൻ വിളിച്ചു പറയുന്ന ഒരു കാര്യം കൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 3:7. മഹോദര കാലത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ യോഹൻ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത് എന്താണ്? മഹോദര കാലത്തെ മത്തായി 3:7 യെസ്. വരുന്നത് അവൻ എന്ത് പറഞ്ഞു? വരുവാനുള്ള കോപം. ആമേൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? Who warned you to flee from the wrath to come. ഇതെന്താണെന്നറിയാം? വരുവാനുള്ള കോപം. യഹൂദന്മാരാ കൂടുതൽ ഇവിടെ വന്നത്. പ്രൈസ് ദി ലോർഡ്. വരുവാനുള്ള കോപം ഒന്ന് നമ്മൾ കണ്ടു, യാക്കോബിന്റെ കഷ്ടകാലം. ഈ ദൈവകോപത്തിന്റെ ഭയങ്കരമായിരിക്കുന്ന ഒരു ഏറ്റവും ക്ലൈമാക്സ് ആയിരിക്കുന്ന സമയമായിരിക്കും ദൈവ ഇസ്രായേലിനോടുള്ള കോപം. ആമേൻ. അടക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദൈവം കോപിച്ചിരിക്കുകയാണെങ്കിൽ പോലും അതിന് കോപം മുഴുവൻ വെളിപ്പെടുത്തുന്ന ഒരു സമയമാണെന്ന്. അന്ന് ആ കോപത്തിന്റെ ദിവസത്തിൽ ആർക്കും എന്ത് ചെയ്യാനൊക്കത്തില്ല, നിൽക്കാനൊക്കത്തില്ല. വരുവാനുള്ള അത്ര ഭയങ്കരമായിരിക്കുന്ന കോപമാണ്. ആ കോപ ദിവസത്തെ കുറിച്ച് വെളിപ്പാട് 6-ാം അധ്യായത്തിൽ അതിന്റെ പകുതിയാകുമ്പോൾ, മഹോത്സവത്തിന്റെ പകുതിയാകുമ്പോൾ ആ കോപത്തെ കുറിച്ച് 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം കൂടെ വായിക്കാമോ?
വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. 6:12. 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ, 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, അതായത് നമ്മൾ കാണുവാൻ കഴിയുന്നു 6-ാം അധ്യായത്തിൽ 1-ാം മുദ്ര പൊട്ടിച്ചിട്ട് ഇവിടെ 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ എത്രാം മുദ്രയായി? 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അടുത്തത് ചന്ദ്രന് മുഴുവനും രക്തതുല്യമായി തീർന്ന് അത്യവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് അതിന്റെ കായ്കൾ നിലത്ത് വീഴുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് പൊഴിഞ്ഞു വീഴുവാൻ തുടങ്ങി. അടുത്തത് പുസ്തകത്തിന്റെ ചുരുൾ ചുട്ടുന്ന പോലെ എന്ത് ചെയ്തു? ആകാശം മാറിപ്പോയി. അടുത്തത് സകല മലകളും, ഹിമാലയ പർവ്വതം മുതൽ സഖ്യ പർവ്വതമോ ഹിമാലയ പർവ്വതമോ ബാഷാൻ പർവ്വതങ്ങളോ അതുപോലുള്ള സകല പർവ്വതങ്ങളും സ്വസ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്തു? നീങ്ങിപ്പോയി. അടുത്തത് ഇളകിപ്പോയി, ദ്വീപുകൾ മാറിപ്പോയി. അടുത്തത് ആ സമയത്ത് സകല, അന്നൊക്കെ കുറെ രാജാക്കന്മാരുണ്ടല്ലോ. ഈ മഹോദര കാലത്ത് പോകാത്ത കുറെ പുള്ളികളുണ്ടല്ലോ. കർത്താവിന്റെ വരയിൽ പോകാത്ത ആളുകൾ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു? വിശ്വാസത്തിൽ സമ്പന്നരും ദൈവദ്രവ്യം വിശുദ്ധിയെല്ലാം കറക്റ്റായിട്ടിരുന്ന ആളുകൾ, എണ്ണയുള്ള ആളുകളൊക്കെ മണവാളന്റെ 1-ാമത്തെ വരവിൽ എന്ത് ചെയ്തു? ബാക്കി ശേഷിക്കുന്ന ആളുകൾ വേണ്ട പോലെ എന്തായില്ല, ഒരുങ്ങിട്ടില്ലായിരുന്നു, പോകാൻ ഒത്തില്ല. പക്ഷെ അവർക്ക് മനസ്സിലായി എന്ത് ചെയ്യാ, പോയില്ല. കർത്താവ് വന്നെന്ന് എന്ത് ചെയ്തു? വന്നു കഴിഞ്ഞ് മനസ്സിലാകുമോ? മനസ്സിലാവും. ഇല്ല, മനസ്സിലാവത്തില്ലേ? മനസ്സിലാകും. ആമേൻ. പിറ്റേ ദിവസം ടെലിവിഷന്റെ അകത്തും സകല ന്യൂസ് പേപ്പറിലും കാണുന്ന ഏറ്റവും വലിയ ഫ്ലാഷ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ് എന്തായിരിക്കും അറിയാമോ? ഈ ലോകത്തിൽ നിന്ന് ഒരു വലിയൊരു കൂട്ടം ആളുകൾ ലോകത്തിന്റെ 7 ഭൂഖണ്ഡങ്ങളിലും അപ്രത്യക്ഷമായിരിക്കുന്നു. പത്രത്തിലെ വാർത്തയും ടിവിയുടെ വാർത്തയും എന്തായിരിക്കും? മിസ്സിംഗ്. ഇത്രയും ജനങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള പത്രപ്രവർത്തകർ പറയുന്നത് ഈ ഉപദേശിമാരും വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളും ഇവിടെയൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടന്നു, യേശു വരുമെന്ന്. എന്നാൽ പ്രിയമുള്ളവര്, അത് അതുപോലെ എന്ത് ചെയ്തു? സംഭവിച്ചു. ഒരു കൂട്ടം നല്ല ആളുകൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്തിരിക്കുന്നു? പോയിരിക്കുന്നുള്ള വാർത്ത ലോകമറിയുമ്പോൾ ഒരുങ്ങാത്ത ആളുകൾ എന്ത് ചെയ്യും? ചുരുങ്ങും. പോകാനൊത്തോ? ഇല്ല. അവരുടനെ തീരുമാനിക്കും. ഞങ്ങൾ ബൈബിൾ ക്ലാസ്സിലും പരസ്യയോഗത്തിലും ഉപദേശിമാരുടെ പ്രസംഗത്തിലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആദ്യത്തെ പ്രാവശ്യം പോകാൻ ഒത്തില്ലെങ്കിൽ, അതായത് കൊയ്യുമ്പോൾ സാധാരണ നിലം കൊയ്തെടുക്കും, കറ്റം കൊണ്ടുപോകും. ആ കറ്റയ്ക്കകത്തുനിന്ന് ചില മണികൾ, കതിരുകളൊക്കെ എന്ത് ചെയ്യും? താഴോട്ട് വീഴും. ആ താഴോട്ട് വീഴുന്ന പറക്കാൻ ആര് എന്നത് വേദപുസ്തകത്തിൽ ഒരാളുണ്ടല്ലോ പഴയ നിയമത്തിൽ. ആരാ? രൂത്തി എന്നത്. അപ്പോൾ കൊയ്ത്തെന്ന് പറയുന്ന കർത്താവിന്റെ വരവിൽ വിശുദ്ധന്മാർ പോകുന്നത്. അതിനുശേഷം എന്തുകൊണ്ട്? ഈ കറ്റയ്ക്കകത്ത് താഴെ പൊഴിഞ്ഞു വീണ ആളുകൾ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഒരുങ്ങിയിരിക്കാത്ത പെന്തക്കോസ്തുകാരൻ, നമ്മുടെ ഭാഷയിൽ പറയാം. ഇങ്ങനെയുള്ള ആളുകളുടെ കാലാപുറക്കാണ് എന്ത് കൊടുക്കണം? കൈത്തണ്ടയിലോ നെറ്റിയിലോ എതിർ ക്രിസ്തുവിന്റെ ബാർകോഡ് 666 അത് പതിച്ചില്ല എങ്കിൽ വാങ്ങിക്കാനോ കൊടുക്കാനോ വയ്യാത്ത സ്ഥിതി വരുമ്പോൾ പല ആളുകളും പരിപൂർണമായിട്ട് എന്ത് ചെയ്യും? തീരുമാനിക്കും, പോകാനൊത്തില്ല. ഇതിന് ഒറ്റ വഴിയുള്ള മാക്സിമം. ഒരു സഭയ്ക്കകത്ത് ഒരു വാക്കിന് നിൽക്കാത്ത ഒരു വിശ്വാസി അന്ന് വാളിന് മുമ്പ് നിൽക്കുമോ? ഇന്നൊരു വാക്കിന് എന്ത് ചെയ്യും? സഭ വിട്ടുപോകും. സഹിക്കാനൊക്കത്തില്ല. വാക്കിന്റെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ കഴിയത്തില്ലെങ്കിൽ നീ വിചാരിക്കും അന്ന് വാളിന്റെ തല കൊടുത്ത് ജീവൻ പെടുത്താന്ന്. ഇന്ന് തല കൊടുക്കണ്ട. ഇച്ചിരി പാപവും ശാപം, ഇച്ചിരി മുൻകോപമൊക്കെ മാറ്റി വിശുദ്ധിയോട് വേർപാടും കൂടെ ഒതുങ്ങി കഴിഞ്ഞ് പാട്ടുപാടി പ്രാർത്ഥിച്ചങ്ങ് പോയാൽ എന്ത് ചെയ്യാം? പോകാനൊക്കും. അന്ന് എന്ത് ചെയ്യണം? വലിയ വലിയ വില കൊടുത്തെങ്കിൽ മാത്രമേ, ജീവന് കൊടുത്തെങ്കിൽ മാത്രമേ, മരണപ്പെട്ട് ജീവൻ കൊടുത്തെങ്കിൽ മാത്രമേ പോകാനൊക്കത്തുള്ളൂ. അന്ന് പോയാലും സഭയായിട്ടൊന്നും ചെല്ലാനൊക്കത്തില്ല, സഭാവിശ്വാസി അല്ലാതെ. പിന്നെയോ നരകത്തിൽ നിന്ന് ഒരു കഷ്ടിച്ച് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. അതൊന്നും സഭാവിശ്വാസികളല്ല, സഭ കഴിഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇനി വായിച്ചോട്ടെ, ഞാൻ പറഞ്ഞു വാക്ക്. കുഞ്ഞാടിന്റെ കോപം നിമിത്തം ഭൂമിയിലെ വായിച്ചോട്ടെ, രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകൾക്കകത്തും മലയുടെ പാറയുടെ അടികളിലും ഒളിച്ചു കൊന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയും. മലകളോട് അവരിങ്ങനെ വിളിച്ചു പറയും, മലകളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ. അടുത്തത്, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും. ദൈവത്തിന്റെ കോപം സിംഹാസനത്തിൽ ഇരിക്കുന്ന